കേരളത്തിലെ സുന്നി പ്രസ്ഥാനത്തിന്റെ ചരിത്രപരമായ തുടർച്ചയെക്കുറിച്ചുള്ള ഒരു സംഗ്രഹം താഴെ നൽകുന്നു. കേരളത്തിലെ സുന്നി സംഘടനകൾ, ഒരു ചരിത്ര അവലോകനം. 1926 രൂപീകൃതമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മാതൃസംഘടനയിൽ നിന്നും 1989 ഉണ്ടായ പിളർപ്പിന് ശേഷമുള്ള രണ്ട് പ്രധാന വിഭാഗങ്ങളെ കുറിച്ചുള്ള വസ്തുതകൾ ഇതാ. 1. AP വിഭാഗം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. മാതൃസംഘടനയുടെ കീഴിൽ നേരത്തെ നിലവിലുണ്ടായിരുന്ന പോഷക സംഘടനകളുടെ പേരും പാരമ്പര്യവും ഈ വിഭാഗം നിലനിർത്തുന്നു. SYS സുന്നി യുവജന സംഘം 1954 സ്ഥാപിതമായ ഈ സംഘടനയ്ക്ക് ഇപ്പോൾ 72 വർഷത്തെ പാരമ്പര്യമുണ്ട്. SSF സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ 1973 സ്ഥാപിതമായി. ഇതിന് 53 വർഷത്തെ പ്രവർത്തന പരിചയമുണ്ട്. ഔദ്യോഗിക പതാക 1963 സമസ്ത അംഗീകരിച്ച പതാകയാണ് ഇവർ ഇന്നും ഉപയോഗിക്കുന്നത്. 63 വർഷത്തെ പഴക്കം. 2. IK വിഭാഗം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. 1989 പിളർപ്പിന് ശേഷം പുതിയ പോഷക സംഘടനകൾ രൂപീകരിച്ചും പഴയവ പുനഃസംഘടിപ്പിച്ചുമാണ് ഈ വിഭാഗം പ്രവർത്തിക്കുന്നത്. SKSSF SSFന് പകരമായി 1989 രൂപീകരിച്ചു. ഇതിന് 37 വർഷത്തെ പ്രായമുണ്ട്. SYS EK വിഭാഗം 1989 പുനഃസംഘടിപ്പിക്കപ്പെട്ടു. പതാക, ഇവർ നിലവിൽ ഉപയോഗിക്കുന്ന പതാകയ്ക്ക് 1997 അംഗീകാരം ലഭിച്ചതാണ്. 29 വർഷത്തെ പഴക്കം. സുപ്രഭാതം പത്രം 2014 ആരംഭിച്ച ഈ പത്രം ഇവരുടെ പ്രധാന മുഖപത്രമാണ്. ചുരുക്കം, രണ്ട് വിഭാഗങ്ങളും 1926 മാതൃസംഘടനയുടെ പാരമ്പര്യം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഉപസംഘടനകളുടെ രൂപീകരണം, പതാകയുടെ പഴക്കം എന്നിവ പരിശോധിക്കുമ്പോൾ AP വിഭാഗം കൈവശം വെച്ചിരിക്കുന്ന സംഘടനകൾക്കാണ് കൂടുതൽ കാലപ്പഴക്കമുള്ളത്.